കേരള ക്രിക്കറ്റ് ലീഗ് പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാൾ, അത്ലറ്റിക്സിൽ സ്റ്റേറ്റ് ലെവലിലെ ആളുകളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി, പോലീസ് ടീമുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരാൾ, ഫാൻസി ആയിട്ടുള്ള ഒരു ജിമ്മെന്നോ കാര്യങ്ങളോ നല്ല വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങുന്ന കാലഘട്ടത്തിൽ ബാക്കിൽ ഒരുപാട് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെ പോലെ സാധാരണ ഒരു ജിമ്മെന്നൊക്കെ തുടങ്ങി കേരളത്തിൽ എന്താണ് ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ലാഗ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പെർഫോമൻസ് ലാബ് ക്രിയേറ്റ് ചെയ്ത ഒരാൾ. പുള്ളിക്കാരൻ ആക്ച്വലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചാണ്, പെർഫോമൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതിനെല്ലാത്തിനും പുറമെ വെലോസിറ്റി വോൾട്ടിന്റെ ഫൗണ്ടറാണ്. വെൽക്കം കിരൺലാൽ ചേട്ടാ. താങ്ക് യു ചേട്ടാ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ എന്തെങ്കിലും തുടക്കത്തിൽ പറയാനുണ്ടോ? ഇപ്പൊ കേരള പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും കേരള പോലീസിന്റെ ബാസ്കറ്റ്ബോൾ ടീമാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അത്ലറ്റിക്സും ഉണ്ട്, വേറെ പല ടീമുകളും ഉണ്ട്, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് അല്ല, വേറെ ഇപ്പൊ പറഞ്ഞതിൽ ഓക്കെയാണ്. ചേട്ടാ, ആക്ച്വലി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച, ഇപ്പം പൊതുവിൽ നമ്മളെല്ലാവരും ഒരു ജിമ്മിലൊക്കെയാണ് പൊതുവെ പോകുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. അതെ. അപ്പൊ ഇത് ചേട്ടൻ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നൊരു ലാബ് പോലെ ചേട്ടൻ സെറ്റ് ചെയ്ത്. അപ്പം എന്താണ് ചേട്ടൻ്റെ ഒരു കുട്ടിക്കാലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊരു സാധനം എവിടെ നിന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് ചേട്ടൻ ഇതിലേക്ക് എത്തിയത്? അത് ഞാൻ അത്ലറ്റിക്സിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ഈവന്റ് വന്നിട്ട് 100 മീറ്റർ ആയിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ല, വന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കുറെ പോരായ്മകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് നമ്മളിപ്പോ ജിമ്മിൽ വർക്ക് ചെയ്തു, ആ സമയത്തും നമ്മൾ ജിമ്മിനകത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ എവിടാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്ക്വാട്ട് ചെയ്യുന്നു, നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ എന്തിനാണ് ഈ സ്ക്വാട്ട് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഇന്ന എക്സസൈസ് ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ വെറുതെ ജസ്റ്റ് ഇതൊക്കെ ചെയ്യണം, അവിടുന്ന് തുടങ്ങിയതാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനും. നമ്മൾ ചെയ്യുന്ന ഓരോ എക്സസൈസും, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും നമുക്ക് വെർത്തായിരിക്കണം. അത് വരുന്ന ആൾക്കാണെങ്കിലും നമ്മൾ ചെയ്യിക്കുന്ന ആൾക്കാണെങ്കിലും. നമ്മളിപ്പോ ഒരു 5 എക്സസൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 എക്സസൈസ് ആ വരുന്ന ആൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു വിഷനിൽ കൂടിയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചതും പിന്നെ ഈ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിലേക്ക് ഇറങ്ങി. കാര്യം ഇപ്പോൾ അത്ലറ്റിക്സിനകത്താണെങ്കിലും ബേസിക്കലി ഇന്ത്യക്കകത്ത് ഒട്ടുമിക്കടുത്തും കാണുന്നത് ഇപ്പോഴല്ല, കുറച്ച് നാൾക്ക് മുന്നേ വരെ ഇപ്പോൾ JSW ഉണ്ട്, റിലയൻസ് ഫൗണ്ടേഷൻ ഉണ്ട്, അങ്ങനെ പല പല പ്രൈവറ്റ് സംഭവങ്ങളുണ്ട്. അതിന് മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടാ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് കൂടെ ഒന്ന് പറയാം. അത് ഈ JSW അതുപോലെ തന്നെ റിലയൻസ് ഫൗണ്ടേഷൻ, ഇതൊക്കെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളിപ്പോ വെലോസിറ്റി വോൾട്ട് ആണെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ഫേംസ് ആണ്, ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. അപ്പൊ അവിടെ ബേസിക്കലി എല്ലാത്തിനും നമ്മളൊരു സ്പോർട്ടിനകത്ത് വരുമ്പോൾ അതിനകത്ത് നോർമലി നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോച്ച് മാത്രമായിരിക്കും അല്ല. ഒരു അത്ലറ്റ് വരുമ്പോൾ അവന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. മീൻസ് കോച്ചിങ് ഉണ്ട്, അവന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, അവന്റെ ഫിസിയോ, അവന്റെ മാസിയർ, ന്യൂട്രീഷൻ, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും ആക്ച്വലി നേരത്തെ ഞങ്ങൾ ചെയ്തിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഒരു സാധനം ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോ ഇതെല്ലാം മാറി തന്നെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓരോന്നും. അപ്പൊ ആ ഒരു വിഷൻ വെച്ചിട്ടാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി ഒരു സംഭവം ചെയ്യണം എന്നുള്ള ഐഡിയയിൽ തുടങ്ങിയതാണ് വെലോസിറ്റി വോൾട്ട്. ചേട്ടാ, ആക്ച്വലി ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വാക്കിലേക്ക് എത്തി, ഇങ്ങനെ ബയോമെക്കാനിക്സ്. അതെ, അതെന്താണ് ഞാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ചേട്ടൻ്റെ ഇതിൽ നിന്ന് തന്നെ ബയോമെക്കാനിക്സ് എന്താണ്, എങ്ങനെ ഒരാളുടെ സാധനം ഇംപ്രൂവ് ചെയ്യാം എന്നൊന്ന് ജസ്റ്റ്. അപ്പൊ ബയോമെക്കാനിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെക്കാനിക്സ് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മൂവ്മെന്റിനും ഒരു ബയോമെക്കാനിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ നടക്കാനൊരു ബയോമെക്കാനിക്സ് ഉണ്ട്. എല്ലാ ഹ്യൂമൻ ബോഡിക്കും ഒരു ബയോമെക്കാനിക്സ് ഉണ്ട്. അത് അവരെ നമ്മുടെ അലൈൻമെന്റ് എന്ന് പറയാം, എങ്ങനെ വേണോ പറയാം, അതിനെ പ്രോപ്പറായിട്ട് ആ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതിയാണ് ബയോമെക്കാനിക്സ്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റണ്ണിങ്ങിനകത്ത് ഒരു ബയോമെക്കാനിക്സ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വീഡിയോ അനലൈസ് ആണ് നമ്മളെ മെയിൻ പരിപാടി. ഇപ്പോൾ ഒരാള് ഓടുന്നത് നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ അതിനകത്ത് ചിലരുടെ ടിൽറ്റഡ് പെൽവിക് കാണും, ഷോൾഡർ ചിലപ്പോൾ ഡ്രോപ്പ് കാണും. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൂവ്മെന്റ് സിസ്റ്റം വഴി നമ്മൾ ട്രെയിൻ ചെയ്ത് അത് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മോർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സ്പീഡാണെങ്കിൽ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോഴും എല്ലാത്തിനും അപ്പോൾ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഏതൊരു ഗെയിമിനകത്തും ഇതേപോലെ ഓരോ പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കുക. അതുകൊണ്ടാണ് ബയോമെക്കാനിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ചേട്ടാ എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പം ഒളിമ്പിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ പൊതുവിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിന് പറ്റാത്തതാണോ അതോ നമ്മൾ അത്രയും ട്രെയിൻഡ് അല്ലാത്തതാണോ? അത് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാധനത്തിലേക്ക് ഇപ്പം ഫ്യൂച്ചറിലെങ്കിലും നമുക്ക് അങ്ങനെ എത്താനായിട്ട് നമ്മൾ ആക്ച്വലി ഇപ്പൊ കേരളം എടുത്താലും ഇന്ത്യ എടുത്താലും നമ്മുടെ ഫിസിക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ ബാക്കിയുള്ള കൺട്രീസിനെ അപേക്ഷിച്ച്. അപ്പം ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും ജയിക്കാനായിട്ട് ഇപ്പൊ ബയോമെക്കാനിക്സ് എന്നൊക്കെ പറയുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്ന ഒരു മെത്തേഡാണല്ലോ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒളിമ്പിക്സ് പോലത്തെ ഒരു വേൾഡ് ഇവന്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ജയിക്കാനൊക്കെ ആയിട്ട്? നമ്മുടെ സിസ്റ്റം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു ഒളിമ്പിക് ആ ലെവലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒട്ടും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാർ ബെറ്റർ ആണ്. അതിന് മുന്നത്തെ 5 വർഷം ഇപ്പോഴത്തെ ഒരു 5 വർഷം എടുത്ത് നോക്കി നമ്മൾ ഫാർ ബെറ്റർ ആണ്. നമ്മളൊരു ഒളിമ്പിക് ലെവൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ലെവലിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അത്ലീറ്റ്സ് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക് മെഡലിസ്റ്റുകളാണ് നമ്മൾ. ഇന്ത്യ ഇന്നേ വരെയും ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പേരെവിടെയും നമുക്കറിയാം പി ടി ഉഷ ഉണ്ടായിരുന്നു, അങ്ങനെ പല പല ലെജൻഡ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു കാര്യമാണ്. അവിടെയാണ് നീരജ് ചോപ്ര നമുക്ക് ഗോൾഡ് കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഫൈനലിലേക്ക് വരുന്നുണ്ട്, ഫൈനൽസിലേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഈവന്റ്സിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മേലോട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ക്രിക്കറ്റിനകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇപ്പോൾ ടോപ്പ് ലീഡിങ്. ഇന്ത്യയിലെ കാര്യം അത് ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ മാറിയത് ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫിറ്റ്നസ് ലെവൽ ഇമ്പ്രൂവ് എന്ന് മുതലാണോ ഫിറ്റ്നസിനകത്ത് അവര് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്, അന്ന് മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് മാറി തുടങ്ങി. അതുപോലെ തന്നെ പല സ്പോർട്ടും ഇപ്പൊ ബാഡ്മിന്റൺ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മൾ വളരെ ജസ്റ്റ് ഒരു ഇതിലാണ് നമ്മൾ ലക്ഷ്യ സെന്നിന്റെ മെഡൽ പോയത്. അതുപോലെ പല ഗെയിംസ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാർ ബെറ്റർ ആണ്. നമ്മളിപ്പോൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എല്ലാത്തിലും. അതെല്ലാം ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോൾ കാര്യം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ എല്ലാ ട്രെയിനിങ് സെന്ററുകളിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, ഫിസിയോ ഉണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് യൂണിറ്റുകളുണ്ട്. സപ്പോർട്ടിങ് സ്റ്റാഫുകൾ ഒരുപാടാണ്. അത് എന്ന് മുതലാണോ വന്നു തുടങ്ങിയത്, അന്ന് മുതൽ റിസൾട്ടും വന്നു തുടങ്ങി. നമ്മളൊക്കെ ചെയ്തിരുന്ന കാലത്ത് നമുക്കൊരു കോച്ച് മാത്രമുണ്ട്. ആ കോച്ചായിരിക്കും, ഇപ്പൊ എനിക്കൊരു കോച്ച് ഉണ്ടായിരുന്നു, ആ കോച്ചായിരിക്കും എൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ച്, എൻ്റെ സ്കിൽ കോച്ച്, എൻ്റെ ഫിസിയോ, എൻ്റെ മാസിയർ, എൻ്റെ ന്യൂട്രീഷൻ, എല്ലാം ആ പുള്ളി തന്നെ ആയിരിക്കും. അവർക്ക് അവരുടെ അറിവിനെ ഞാൻ അങ്ങനെ ഇത് പറയുന്നതല്ല, ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരാൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഒരാൾക്ക് പഠിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഒരു ഫീൽഡിനകത്ത് ഇപ്പോൾ സ്കിൽ കോച്ചിന് എന്നും സ്കില്ല് മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടുവന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോൾ എന്താ സിംപ്ലി സ്ക്വാട്ട് ചെയ്യിപ്പിക്കുക. നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോച്ചസിനും അറിയാം എന്ത് ചെയ്യിപ്പിക്കണം. സ്ക്വാട്ട് ചെയ്യിക്കാൻ അറിയാം, ഡെഡ് ലിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ അറിയാം, ഒരു ക്ലീൻസ് ചെയ്യിപ്പിക്കും. പക്ഷെ ഇതൊക്കെ എപ്പം ഏത് ഫേസിൽ എന്തിന് ചെയ്യിക്കുന്നു എന്നൊരു ഐഡിയ വളരെ കുറവാണ് ആൾക്കാർക്ക്. അത് തന്നെയാണ് റിസൾട്ടിന്റെ ഒരു മെയിൻ ഫാക്ടർ. ഇപ്പൊ നമ്മൾ ഒരു സ്ക്വാട്ട് ചെയ്യുമ്പോൾ സ്ക്വാട്ടിന്റെ സ്പീഡ്, നമ്മൾ ആ വെയിറ്റിനെ നമ്മൾ പുഷ് ചെയ്യുന്ന സ്പീഡ്, അതൊരു മെയിൻ ഘടകമാണ്. അത് എടുക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ അത് നോക്കുന്നത്. അപ്പോൾ എത്ര കിലോ വെയിറ്റ് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഇപ്പോൾ പറയുമ്പോൾ 1 RM എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഭയങ്കര ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ മാക്സിമം വെയിറ്റ് പുഷ് ചെയ്യുന്ന അതിനൊരു ഫേസ് ഉണ്ട്. നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനൊക്കെ ഒരുപാട് മുന്നത്തെ സമയം ഒരുപാട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാക്സ് സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ അടുക്കും തോറും നമ്മൾ മാക്സിമം സ്ട്രെങ്ത് നമ്മൾ വർക്ക് ചെയ്യണ്ട എന്നൊരു സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. നമ്മൾ എപ്പോഴും സ്ട്രെങ്ത്തിൽ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മാക്സിമം സ്ട്രെങ്ത് നമ്മൾ ടച്ച് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും മാക്സിമം സ്ട്രെങ്ത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ അടുക്കും തോറും നമ്മൾ സ്ട്രെങ്ത് കുറയ്ക്കും, സ്ട്രെങ്ത്തിന്റെ വർക്കൗട്ട് കുറയ്ക്കും, ട്രെയിനിങ് കുറയ്ക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടൈറ്റ് ആവും എന്നാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയല്ല, സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ഏരിയ ഇല്ല. ഇപ്പൊ പല അത്ലീറ്റ്സിനെയും ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ കോമ്പറ്റീഷന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ അവര്
പെട്ടെന്ന് വന്ന് ജിമ്മിൽ കയറിയിട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വെയിറ്റ്സ് എടുത്ത് തന്നെ മൂവ്മെന്റ് ചെയ്തിട്ടാണ് അവർ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ചേട്ടാ കുറച്ചു മുമ്പ് ചേട്ടൻ ഫേസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ചേട്ടന്റെ മുന്നിലേക്ക് വരികയാണ്. അവന് സ്പ്രിന്റിങ്ങിൽ തന്നെ അവന് മുമ്പോട്ട് പോകണം, അവനോ അവളോ, എങ്ങനെയായിരിക്കണം ആ കുട്ടീനെ ചേട്ടൻ ട്രെയിൻ ചെയ്യേണ്ട? 10 വയസ്സിലുള്ള ഒരു കുട്ടി, അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം മീൻസ് ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരും, നമ്മൾ ഇന്ത്യയും വേറെ അതർ കൺട്രീസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു ഏർലി സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യയിൽ ഒരുപാട് കൂടുതലാണ്. മീൻസ് ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു കുട്ടീനെ ഒരു പാരന്റ് കൊണ്ട് ആക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് സെന്ററിൽ ഉണ്ടായി, ക്രിക്കറ്റ് സ്പെസിഫിക്, അവന്റെ മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏജ് ആണത്. അപ്പോൾ അവന് കിട്ടുന്നത് ക്രിക്കറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റുകൾ മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ആണ് ആ മൂവ്മെന്റ്. ഓക്കെ, ഇപ്പോൾ വേറൊരു ഫുട്ബോളിലേക്കാണ് കൊണ്ടാക്കുക, ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ ഒരു ട്രെയിനിങ് സെന്ററിൽ ഫുട്ബോൾ മാത്രം. അതുപോലെ അപ്പോൾ അങ്ങനെ ഏർലി സ്പെഷ്യലൈസേഷൻ നമ്മളെ ഇന്ത്യയിൽ ഒരു മെയിൻ പ്രശ്നമാണ്. അതിനു പകരം സത്യം പറഞ്ഞാൽ അവരൊരു മൾട്ടി സ്പോർട്ട് ചെയ്യേണ്ട ഏജ് ആണത്. അവരൊരു ഡിഫറെന്റ് പല സ്പോർട്ടുകളിലേക്ക് അവർ പോകണം, പല സ്പോർട്ടുകൾ അവർ ചെയ്ത്, അപ്പോൾ അവരുടെ മൂവ്മെന്റ്സ് അത്രയ്ക്കും ഡെവലപ്ഡ് ആവും, അവർക്ക് പല ഡിഫറെന്റ് മൂവ്മെന്റ്സ് കിട്ടും. ഇപ്പൊ ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ ഗെയിമിൽ നിന്ന് കിട്ടുന്ന മൂവ്മെന്റ് ഒരിക്കലും ക്രിക്കറ്റിനകത്ത് കിട്ടത്തില്ല. അതേപോലെ തന്നെ ക്രിക്കറ്റിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളും വേറൊരു സ്പോർട്ടിൽ കിട്ടത്തില്ല. ഇപ്പൊ വാട്ടർ പോളോ എന്ന് പറഞ്ഞ സ്പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വിമ്മിങ് എന്ന് പറഞ്ഞ സ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പല മൂവ്മെന്റ്സും നമുക്ക് അത്ലറ്റിക്സിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഡിഫറെന്റ് സ്പോർട്ടിലേക്ക് ഈ ഏജിൽ ഈ 10 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഡെവലപ്പിംഗ് ഏജ് ആണ്, അവര് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഒരു ഒന്നും ആയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അവരെ മാക്സിമം പല ഡിഫറെന്റ് മൂവ്മെന്റ്സ് അവരെ പഠിപ്പിച്ചെടുക്കുക, അവരുടെ ബോഡി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്നല്ല, സയൻസ് അത് തന്നെയാണ് പറയുന്നത്. മൾട്ടി സ്പോർട്ടിങ് എന്ന ഒരു ഇതിലേക്ക് വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇപ്പം നമ്മളെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കും. ഇപ്പൊ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ക്രിക്കറ്റിൽ നിന്ന് ഒരു കുട്ടിയാണ് ഇവിടെ ട്രെയിൻ ചെയ്യാൻ വരുന്നത്. ഇപ്പൊ എന്റെ റോൾ എന്ന് പറയുന്നത് ആസ് എ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് 10 വയസ്സുള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യിക്കുമ്പോൾ ക്രിക്കറ്റ് സ്പെസിഫിക് എന്നൊരു സാധനത്തിലുപരി ഞാൻ അവനെ എല്ലാ മൂവ്മെന്റിലും പ്രിപ്പയർ ചെയ്യും. ഇപ്പോ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഇപ്പൊ പല ലാറ്ററൽ മൂവ്മെന്റ്, സൈഡ് വൈസ് മൂവ്മെന്റുകൾ, കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതുപോലുള്ള എജിലിറ്റി, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, എല്ലാ മൂവ്മെന്റുകളും ഞാൻ ആ ക്രിക്കറ്റിന് വേണ്ടി വരുന്ന കുട്ടിയാണെങ്കിലും ഞാനത് ചെയ്യിച്ചെടുക്കും. അത് അവന് നാളെ അവൻ കളിക്കാൻ പോണ ക്രിക്കറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ ക്രിക്കറ്റിന് അവന് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയൻസിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാരും കുഞ്ഞുനാളിൽ ക്രിക്കറ്റ് കളിച്ച് വന്ന പ്ലെയേഴ്സ് അല്ല ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ പലരും റഗ്ബി കളിച്ചിട്ടുണ്ട്, റഗ്ബിയിൽ ഇന്റർനാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ ഫുട്ബോള്, ബാസ്കറ്റ് ബോൾ, അങ്ങനെ പല ഗെയിംസിൽ നിന്നും വന്നിട്ട് പിന്നെ മാറി തിരിഞ്ഞ് വരുന്നത് ആ പണ്ട് ആ ഗെയിം കളിച്ചതിന്റെ ബെനിഫിറ്റ് അവരിപ്പോൾ ആ ക്രിക്കറ്റിനകത്ത് അവർ കിട്ടുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ അത് ഇന്ത്യയിൽ വളരെ കുറവാണത്. അപ്പം നമ്മൾ ഇവിടെ പല പാരൻസും കൊണ്ടുവരുമ്പോഴത്തേക്കും, കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്ക് ക്രിക്കറ്റിനകത്ത് അവരിപ്പോഴേ പറയുന്നത് ഒരു 10 വയസ്സുള്ളൊരു കുട്ടി ഫാസ്റ്റ് ബോളർ എന്നാണ് പറയുന്നത്. ക്രിക്കറ്റിനകത്ത് തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ക്രിക്കറ്റിനകത്ത് ഫാസ്റ്റ് ബോളിംഗ് ഉണ്ട്, സ്പിന്നേഴ്സ് ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അവരിപ്പോഴേ പറയുന്ന ഫാസ്റ്റ് ബോളർ എന്നാണ്. കാര്യം അവരുടെ ഒരു ഗ്രോത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതെന്ന് പറയുമ്പോഴത്തേക്കും സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. ചേട്ടാ, ഇപ്പൊ പൊതുവിൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം ഞാൻ പണ്ട് അത്ലറ്റിക്സ്, ഓട്ടം, ലോങ് ജമ്പിലൊക്കെ നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം എനിക്കറിയില്ല, എനിക്ക് ആക്ച്വലി ഓടുന്നതായിരുന്നു ഇഷ്ടം, പക്ഷെ ചാടാനായിരുന്നു കുറച്ച് അതിന് കൂടുതലൊന്നും കൊണ്ടുപോയില്ല. സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് ആയപ്പം ടീച്ചർമാര് പറഞ്ഞ് ബോർഡ് വരികയാണ്, ഇനി പഠിക്കണം, ഇനി അതൊന്നും പറ്റത്തില്ല. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ചിലപ്പം അവന്റെ ആഗ്രഹം ഓടാനായിരിക്കും, പക്ഷെ അവന് കൂടുതൽ കഴിവ് അല്ലെങ്കിൽ അവന് റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് വേറൊരു സാധനത്തിലായിരിക്കും. ഇപ്പം ജനറൽ ആയിട്ട് ചെയ്തു നോക്കിയാലല്ലേ അറിയുള്ളൂ നമ്മളെ ബോഡി ഏതിനാണ് കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നീന്തുന്ന ഒരാളുടെ ശരീരം അല്ല ഒരു ഓടുന്ന ഒരാൾക്കുള്ളത്. അത് ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ചേട്ടാ ഉദ്ദേശിച്ചത്. ഇപ്പോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയും പറയാം, അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ വരെയും അവരൊരു ഡെവലപ്പിംഗ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴത്തേക്കും അവരുടെ ലിംബ് ലെങ്ത് ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. ഈ ഗ്രോത്ത്
മാക്സിമത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവർ ഏതിലോട്ട് തിരിയുമെന്ന് ഉള്ളത്. അതുവരെയും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പല ഡിഫറെൻറ്റ് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ ഗ്രോത്ത് മാക്സിമം അറ്റൈൻ ചെയ്തതിന് ശേഷം ഒരു ഗെയിമിലേക്ക് സ്പെസിഫൈ ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അത് നമുക്കിപ്പോൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ സയൻറ്റിഫിക്കലി നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോരോ വിൻഡോസ് ഉണ്ട്. മീൻസ് ഇപ്പം സ്പീഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമുണ്ട് ഒരു ഹ്യൂമൻ ബോഡിയിൽ. സ്പീഡ് വിൻഡോ എന്ന് പറയും, അതുപോലെ തന്നെ സ്ട്രെങ്ത് വിൻഡോ എന്ന് പറയും. അപ്പം ഇതെല്ലാം ഓപ്പൺ ആവുന്ന ഓരോരോ സമയമുണ്ട്. അതൊക്കെ ആ സമയത്ത് കൃത്യം ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു എൻഡുറൻസ് റിലേറ്റഡ് വർക്ക്, പിള്ളേരിലാണെങ്കിലും കൂടുതൽ എൻഡുറൻസ് റിലേറ്റഡ് വർക്കിലോട്ട് പോകും. അപ്പോൾ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അവരുടെ ഈ ഒരു മസിൽ ക്യാരക്ടർ മാറിപ്പോവും. അവർ ഭയങ്കര ഒരു സ്പീഡ് മസിൽ ഫൈബേഴ്സ് ഉള്ള കുട്ടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് നമ്മൾ ഞാൻ ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഹെവി ട്രെയിനിങ്, ഒരുപാട് ഡ്യൂറേഷനിലുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്പീഡ് മസിൽസിന്റെ ക്യാരക്ടർ മാറിയിട്ട് അത് കുറച്ച് സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവരുടെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നത് വരെ പ്രോപ്പറായിട്ട് ഈ പറയുന്ന കണക്ക് ഒരു മൾട്ടി സ്പോർട്ട് ഇതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചേട്ടാ, എനിക്ക് ഇതുമായിട്ടൊരു അഡിഷൻ ആയിട്ട് തന്നെ ഇപ്പം ഒരു കുട്ടി ട്രെയിൻ ചെയ്ത് വരുന്നത്, അപ്പം വരുന്നതിന് ഇപ്പം ആക്ച്വലി ഇപ്പൊ പണ്ട് ക്രൗഡേ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ സ്പോർട്സ് പണ്ടെന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഇത് കുറച്ചും കൂടെ സെലിബ്രേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്രൗഡഡ് അല്ല, വേണമെങ്കിൽ ഓവർ ക്രൗഡഡ് എന്ന് പറയാം. അപ്പം ഒരുപാട് പേരുള്ളിടത്ത് ഇതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആംഗിൾ ഇതിപ്പം നമ്മൾ ഒരു അത്ലറ്റ് ട്രെയിനിങ്ങിന് മാത്രമല്ല പുട്ട് ഔട്ട് ചെയ്യുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വരുമ്പോഴേ ഞാൻ ചെറുതായിട്ട് എൻ്റെ വീഡിയോസ് ചെയ്യിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഞാനും ഇട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ക്യാമറ ഫേസ് ചെയ്യാനും. പിന്നെ ഇത് ഔട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും റെസ്പോൺസ്, അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആദ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പലതും വന്നിട്ടുണ്ട്. പിന്നെ ഈ നെഗറ്റീവ്സ് നല്ലതാണെങ്കിൽ, പറയുന്ന ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ അതിനെ ആ രീതിക്ക് എടുത്തിട്ട് അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ആ രീതിക്ക് തന്നെ ഇപ്പോഴത്തെ വേൾഡ് വ്യത്യാസമുണ്ട്. മീൻസ് അവരുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, സംഭവങ്ങളുണ്ട്. അപ്പോൾ മീഡിയ ലെവൽ അവരെ മാക്സിമം ഇപ്പം അവർ ചെയ്യുന്ന പരിപാടികൾ അവർ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ചെയ്ത് പോകുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ മീൻസ് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ അവർക്ക് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഭയങ്കര ഇപ്പം എന്ത് തന്നെയാലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വേൾഡ് ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ മെഡൽ പോലും ഇല്ലാത്ത പല കുട്ടികൾക്കും സ്പോൺസർഷിപ്പ് ഇപ്പോൾ ഉണ്ട്. അതിന് കാരണം സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ മെയിൻലി എൻഡ് ഓഫ് ദ ഡേ ഈ സ്പോർട്സ് ചെയ്യാൻ പൈസ വേണം. അപ്പോൾ അവരെ ഇപ്പോഴേ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ അവർ ചെയ്യുന്ന ഒരു സംഭവം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈവൻ ഫണ്ടിങ് കിട്ടാനാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സ്പോർട്സ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം കാര്യം ഇതിപ്പോൾ ഏതൊരു ഗെയിം എടുത്തു നോക്കിയാലും ചിലവ് ഭയങ്കര കൂടുതലാണ്. നമുക്കിപ്പോൾ ഒരു ഷൂസ് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8,000 to 10,000 എബോവ് നമുക്ക് ഒരു ഷൂസിന് മാത്രമോ. ആ ഷൂസ് എത്ര നാൾ ഓടും എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 3 മാസം ഓടുമായിരിക്കും. അതുപോലെ സപ്ലിമെന്റ്സ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നമ്മളിവിടെ തന്നെ അത്ലറ്റിക്സിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു പയ്യന് ഒരു മാസം എങ്ങനെ പോയാലും ഒരു 10-30,000 രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ നിന്ന് അവർക്ക് ഫണ്ടിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. സോ ഞാനത് നമ്മളിവിടെ വരുന്ന പല പിള്ളേരോട് ഞാൻ പറയാറുമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നോക്ക്, അപ്പോഴത്തേക്കും എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടും. മനസ്സിലായി ചേട്ടാ. ആക്ച്വലി മീഡിയ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇച്ചിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് വേറൊരു രാജ്യത്ത് പോകുന്ന സമയത്താണെങ്കിലും, ഫോർ എക്സാമ്പിൾ ക്യാമറയുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഒന്നും നമുക്ക് ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കും. ഇതിനു വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നു, ഇതിന് ബാക്കിലേക്ക് പോകണമല്ലോ. ഈ ബോഡി ട്രെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പോലും ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയണമെന്നില്ല.
സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നൊരു കാര്യം ഉണ്ടല്ലോ. അതെ. വൺസ് കിട്ടി തുടങ്ങുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരാളുണ്ട്, പിന്നെ അപ്രോച്ചബിൾ ആണ്. അതെ. പക്ഷെ ഇതിലേക്ക് എത്താനായിട്ട് ഒരു പ്രോസസ് ഉണ്ടല്ലോ. അതേപോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു റീൽ ഇടുന്ന സമയത്ത് പോസിറ്റീവ്, ഇപ്പൊ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും കുറച്ചും കൂടെ ഇതായിരിക്കും, പോസിറ്റീവായിട്ട്. പക്ഷെ നെഗറ്റീവായിട്ട് കമന്റുകൾ വന്നാലും അത് ഫേസ് ചെയ്യാൻ റെഡി ആവണമല്ലോ. കാരണം ഒന്ന് നമ്മൾ ഒരു രാജ്യത്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് കൂടി അതിൽ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും അവർ മോശമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കമന്റിലൂടെ മറ്റുമൊക്കെ, അപ്പൊ അത് ഫേസ് ചെയ്യാനും ഒരു കുട്ടി റെഡി ആവണമല്ലോ. റെഡി ആവണം ഉറപ്പായിട്ടും. അതിനെപ്പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം കുറച്ച് പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കാര്യം. ഉത്തരങ്ങൾ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ കണക്കാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആണ്, എല്ലായിടത്തും എത്തുന്നതാണ്. ചില കമന്റ്സ് ആവശ്യമില്ലാത്ത കമന്റ് ആയിരിക്കും, അപ്പൊ അവോയ്ഡ് ചെയ്യുക, അതിനെ അവോയ്ഡ് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്നടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യമാണെങ്കിൽ നമുക്കതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുക. വീണ്ടും അതൊരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതിനെ ബാക്കി എന്താന്ന് വെച്ചാൽ ആ രീതി കാണുക, എന്നല്ലാതെ അതിന്റെ പിന്നിലേക്ക് പിന്നെ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ തുടങ്ങിയ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എനിക്കങ്ങനെ ഒരു ഐഡിയ മീൻസ് ഇത് സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ഭയങ്കര ഒരു സംഭവം ആവണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ വെറുതെ ട്രെയിനിങ് വീഡിയോസ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആദ്യം ഇട്ടു, പിന്നെ ചെയ്യിക്കുന്ന വീഡിയോസ് പതിയെ ഇട്ടു തുടങ്ങി. അങ്ങനെ ആദ്യം കുറച്ച് ഫാൻസി സെറ്റപ്പ് വീഡിയോസ് ഇട്ടു. പിന്നെ ഞാൻ കരുതി ഓക്കെ, ഞാൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഞാൻ ചെയ്യുന്ന സാധനം കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടണം. അപ്പം ഞാൻ ഡയറക്റ്റ് ഇവിടെ പിള്ളേർക്ക് കോച്ചിങ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് എന്താണോ ബെനിഫിറ്റ് ആകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാനിത് കൊണ്ടുവന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ വോയിസ് ഓവേഴ്സ് ചെയ്യാറുണ്ട്. ഇനിയും പല പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഉടനെ. മീൻസ് ആൾക്കാർ ഇപ്പം അത്ലീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ ഈ നോർമൽ പബ്ലിക്കിന് വേണ്ടിയും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് പ്ലാൻഡ് ആണ്. ഉടനെ അതിലേക്ക് വരും, ഏറ്റവും അടുത്ത് തന്നെ. ചേട്ടാ ഇപ്പം ഫിനാൻസിനെ പറ്റി ചേട്ടൻ കുറച്ചു മുമ്പ് സംസാരിച്ചല്ലോ. അപ്പം ഏത് ഇതിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ബേസ് ആയിട്ട്, ഇപ്പൊ ചേട്ടൻ ഷൂസിന്റെ കാര്യം 8000 രൂപ പറഞ്ഞു, ഒരു ബേസ് പരിപാടി നമ്മുടെ കയ്യിൽ വേണമല്ലോ. അത് മന്ത്ലി നമുക്ക് ഇതിപ്പോ കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഫൈനാൻസിന് വേണ്ടി എങ്ങനെ ആളുകൾ പ്രിപ്പയർ ചെയ്യണം? ഇപ്പം ഏതിപ്പോ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് അതിന്റെ സ്കീമാറ്റിക്സ് വേറെയാണ്, അതിന്റെ പിന്നിലുള്ള ഫിനാൻസ് വേറെയാണ്. അത്ലറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അതും വേറൊരു രീതി. അപ്പം ഒരാള് ജനറൽ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ അതെങ്ങനെയാണ് ആ ഫിനാൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നിലവിൽ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്ടിലേക്ക് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുന്ന സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിന് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പബ്ലിക് ക്രിക്കറ്റ് ആണ്. അപ്പൊ ക്രിക്കറ്റിനകത്ത് വരുമ്പോഴത്തേക്ക് അവരൊരു സ്റ്റേറ്റ് കളിച്ച് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കാര്യം അവരുടെ ട്രെയിനിങ്ങിനുള്ള ഫണ്ടൊക്കെ അവർ കളിച്ച് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അണ്ടർ-19 കളിച്ച ഒരു പ്ലെയറിന് ഒരു പെർ ഡേ അവർക്ക് മാച്ച് ഫീ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊരു സീസൺ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത സീസണിന് അവരുടെ ട്രെയിനിങ്ങിനാണെങ്കിൽ അവരുടെ ന്യൂട്രീഷൻ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇമ്പ്രൂവ് ചെയ്യാനുള്ള എമൗണ്ട് ഫണ്ട് അവർ കളിച്ച് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വേറെ സ്പോർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അതാണ് അവിടെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതാണ് വേറെ ഫണ്ടിങ് വലിയ ഇഷ്യൂ ആണ്. എല്ലാം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാരന്റ്സ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതേ കണക്ക് സ്പോൺസേഴ്സ് കിട്ടണം. ഇപ്പൊ പിന്നെ ഒരുപാട് സ്കൗട്ടിങ് പരിപാടിയുണ്ട്. മീൻസ് പല പ്രൈവറ്റ് ഫേംസ് ഇപ്പോൾ ഒരുപാടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ JSW സ്കൗട്ട് ഉണ്ട്, റിലയൻസ് ഫൗണ്ടേഷന് സ്കൗട്ട് ഉണ്ട്. അപ്പോൾ അവര് സ്പോൺസർഷിപ്പ് ചെയ്യും. അപ്പോൾ അവരിപ്പോ പല കോമ്പറ്റീഷൻസിനും നമ്മുടെ അത്ലീറ്റ്സ് കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് അവിടെ ഈ പല ഈ പ്രൈവറ്റ് സെന്റേഴ്സിന്റെ സ്കൗട്ട്സ് അവിടെ കാണും. അവര് നല്ല അത്ലീറ്റ്സ് ആണെങ്കിൽ അവരത് സ്കൗട്ട് ചെയ്ത് അവിടെ പോയിട്ട് പിന്നെ അവരുടെ ഒരു ട്രയൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ആ കുട്ടിക്ക് പിന്നെ അവർ ഫണ്ടിങ് മുഴുവൻ അവര് തന്നെ നോക്കിക്കോളും. പിന്നെ അവർക്ക് വേറെ ചെലവോ കാര്യങ്ങളൊന്നുമില്ല. അത് അല്ലാതെ ബാക്കി നേരം എല്ലാം പാരന്റ്സ് തന്നെയാണ് ചെയ്യേണ്ടത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഫുഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ ചിലരും പെർഫോമൻസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ കുറെ പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ചേട്ടൻ്റെ ഒരു ടേക്ക് എന്താണ്? ആക്ച്വലി ഈ സ്റ്റിറോയിഡ്സ് അങ്ങനെയുള്ള എന്ത് മെഡിസിൻ ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ട്രെയിൻ ചെയ്യാൻ വന്നിട്ടുള്ള ഒരുപാട് അത്ലീറ്റ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ അതിനെതിരാണ്. ഞാൻ ആ ഒരു പരിപാടിയിൽ നിൽക്കാറില്ല. കാര്യം അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം സ്റ്റിറോയിഡ്സ് കൊണ്ട് ഇപ്പോൾ ഓടാൻ അറിയാൻ പാടില്ലാത്ത ഒരാളെ ഓട്ടം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല സ്റ്റിറോയിഡ്സ് ചെയ്യുന്നത്. സ്റ്റിറോയിഡ്സ് ആകെ ചെയ്യുന്ന ഒരാൾക്കും സ്പീഡ് എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്യാൻ ഒരു സ്റ്റിറോയിഡും ഡെവലപ്പ് ചെയ്യത്തില്ല. ഇത് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ റിക്കവറി ഫാസ്റ്റ് ആക്കി എടുക്കുക എന്നൊരു സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ. റിക്കവറി ഫാസ്റ്റ് ആക്കി എടുക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ നല്ല സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ റിക്കവറി ഫാസ്റ്റ് ആവും. റിക്കവറി മെത്തേഡ്സ് ഇപ്പോൾ ഐസ് ബാത്ത്, കോൺട്രാസ്റ്റ് ബാത്ത്, സ്റ്റീം ബാത്ത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. നല്ല ഫുഡ്, ഇതെല്ലാം പ്രോപ്പറാണ്. ട്രെയിനിങ് മെത്തേഡ്സ് പ്രോപ്പർ ആണെങ്കിൽ ഒരു സ്റ്റിറോയിഡ്സിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു തെറ്റായ ധാരണയാണ് ഇപ്പോൾ നമ്മളെ ഞാൻ അത്ലറ്റിക്സിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ അത്ലറ്റിക്സിനകത്ത് ഒരുപാട് സ്റ്റിറോയിഡ്സ് യൂസ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ഉണ്ട്. നമ്മൾ പല കോമ്പറ്റീഷൻസിനും പോകുമ്പോഴത്തേക്കും ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സിറിഞ്ചാണ്. ഇതൊക്കെ നാളത്തേക്ക് ഇവർക്ക് എന്ത് സംഭവിക്കും എന്നൊരു പിടുത്തവും ഇല്ല. ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഇവർ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് കുത്തുന്നത് തന്നെ ഇവർക്കൊരു ഐഡിയ ഇല്ല. ഈ സാധനങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് തന്നെ അവർക്കൊരു ഐഡിയ ഇല്ല. ഇവരെ വിചാരം അങ്ങ് സ്പീഡ് ഇപ്പം കൂടും, മറ്റാണ് മറിച്ചാണ്, അങ്ങനെ ഒന്നുമല്ല. ഇത് ചെയ്യുന്നത് നമ്മൾ റിക്കവറി ഫാസ്റ്റ് ആക്കുന്നു. റിക്കവറി ഫാസ്റ്റ് ആക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട്. ഈ ഷോർട്ട് കട്ട്സിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തു, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തു, കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. ചേട്ടാ, ഇപ്പോൾ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ജയിക്കുക എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. തോക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ജയിക്കുന്നതാണ് ഇഷ്ടം. തോക്കുന്ന ആള് എങ്ങനെ മെന്റലി പ്രിപ്പയർ ചെയ്യണം ആ ഒരു ഫേസ് ഹാൻഡിൽ ചെയ്യാൻ? ഞാൻ പൊതുവെ എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, തോൽക്കാൻ പേടിയില്ലാത്തവനെ ജീവിതത്തിൽ ജയിക്കുന്നതാണ്. സോ ആദ്യം നമ്മൾ തോൽക്കാൻ പ്രിപ്പയർ ആവുക, തോൽവികളെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആവുക. കാര്യം തോറ്റേ ജയിക്കത്തുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ചില ഇൻബോൺ ആയിട്ട് കിട്ടിയ ആൾക്കാർ ചിലപ്പം തുടക്കത്തിലേ വന്ന് കോമ്പറ്റീഷൻസ് വിൻ ചെയ്യാറുണ്ട്. നമ്മൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ തോൽവിയെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എപ്പോഴും. കാര്യം എന്നും ജീവിതത്തിൽ തോൽക്കാൻ പേടിയില്ലാത്തവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരുപാട് പേരുണ്ട്, ഇപ്പൊ പല കോമ്പറ്റീഷൻസിനും പോകുമ്പോഴത്തേക്ക് അവരുടെ ചോദ്യം, ഞാൻ മെഡൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചെയ്ത കാര്യം അവിടെ എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് മര്യാദയ്ക്ക് ചെയ്തു വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ബെറ്റർ ആണെങ്കിൽ പിന്നെ തോൽവിയും ചെയ്യുന്നതോടെ ഇല്ലല്ലോ. ചേട്ടാ, നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ച്. ചേട്ടൻ്റെ ബിസിനസിനെ പറ്റി ഒന്ന് പറയാം. വെലോസിറ്റി വോൾട്ട് എന്താണ്, തുടങ്ങിയതിന്റെ പിന്നിലുള്ള റീസൺ? ഓക്കെ, വെലോസിറ്റി വോൾട്ട് ആക്ച്വലി ഒരു ഹൈ പെർഫോമൻസ് സെന്റർ, ഒരു ഹൈ പെർഫോമൻസ് ലാബ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് സെന്റർ. അത് നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഏതൊരു ഗെയിമിലുള്ള, ഏതൊരു ഗെയിം എന്നല്ല, ഏതൊരു ഹ്യൂമൻ വന്നാലും, ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് മാക്സിമം ബിൽഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പോർട്സുകാരെ ഞാൻ മാറ്റി നിർത്താം. നോർമൽ ഒരു ആൾ വരുവാണ്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും നമ്മൾ നോർമലി ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ജിമ്മിൽ പോയി മസിലടിച്ച് ഒരുക്കി ഈ ഒരു സംഭവം. പക്ഷെ അതിലുപരി ഒരു മനുഷ്യന് വേണ്ടത് ഒന്ന് ജസ്റ്റ് ഒരു ഭയങ്കര ഹൈറ്റിലൊന്നും അല്ലെങ്കിൽ പോലും ചെറിയൊരു സ്റ്റെപ്പ് ചാടി കയറാൻ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓടാൻ, അല്ലെങ്കിൽ ഒരു ഭാരം ഉയർത്താൻ, ഒരു സാധനം എടുത്ത് വലിച്ചെറിയാൻ ഉള്ളൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ അവന്റെ മാക്സിമം ആയി അല്ലേ. അതാണ് ഒരു ഹ്യൂമൻ ബോഡിയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. അതാണ് അത് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിറ്റ്നസ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ മസിൽ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഈ മസിൽ അടിച്ച് വീർപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീൻസും കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫുള്ളി ഫങ്ഷണൽ ട്രെയിനിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് നമുക്കിവിടെ
ഒരുപാട് മെഷീൻസ് ഇല്ല, സംഭവങ്ങളില്ല. പക്ഷെ നമുക്ക് ഒരുപാട് വെയിറ്റ്സ് ഉണ്ട്, നമ്മള് സ്ക്വാട്ട് റാക്സ് ഉണ്ട്. ചേട്ടാ ആക്ച്വലി ഞാൻ കണ്ടുവരുന്ന വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ ഇപ്പൊ റീൽസ് ഒക്കെ കാണുന്നുണ്ട്, അവര് വിചാരിക്കുന്ന ലോകം വേറെയാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പം ഒരു ഹ്യൂമൻ കേപ്പബിലിറ്റി പുഷ് എന്ന് പറയുന്ന ഒന്ന് മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്പൊ പിള്ളേർ ഇപ്പൊ കാണുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച് വിരാട് കോഹ്ലിയുടെ ഫെയിമാണ് അവർ കാണുന്നത്. പക്ഷെ വിരാട് കോഹ്ലി ആ ഒരു ഫെയിമിലേക്ക് എത്താൻ വിരാട് കോഹ്ലി ഇട്ടൊരു എഫേർട്ട് ഉണ്ട്. അല്ല ഇപ്പോഴും ചെയ്യുന്ന പല ലേയേഴ്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത. അതെ, കാണാൻ പറ്റാത്ത കാര്യം പുള്ളി ഇന്നേ വരെ പുള്ളി ഏത് ലെവലിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്നേ വരെ എവിടെയും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ നമ്മളെ മൈക്കൽ ഫെൽപ്സിന്റെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2 മണിക്കൂറുണ്ടായി ഇന്റർവ്യൂ. ഇന്ത്യയിലെങ്ങാണ്ട് പുള്ളി വന്നിട്ട് എടുത്തൊരു ഇന്റർവ്യൂ ആണ്. പുള്ളി വളരെ കുറവാണ് പുള്ളിയുടെ ഇന്റർവ്യൂസ്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏകദേശം 10 വർഷത്തോളം 365 ദിവസവും പുള്ളി വെള്ളത്തിൽ കിടന്നെന്നാണ് പറയുന്നത്, ഫസ്റ്റ് ബ്രേക്ക് ഇല്ലാതെ. അപ്പം നമ്മള് പുറമെ ഒരു അത്ലീറ്റിനെ കാണുമ്പോൾ അവരുടെ ഫെയിം മാത്രമേ കാണുന്നുള്ളൂ, അവരുടെ ഒരു ടോപ്പ് ലെവലിൽ അവർ നിൽക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ കാണുന്ന അതാണ് കാണുന്നത്. അല്ലാതെ അവര് ഇതിന് പുറകില് അവരിട്ടൊരു എഫേർട്ട് ഉണ്ട്, അവര് ആ ഒരു എൻറ്റയർ സിസ്റ്റം ഇട്ട ഒരു എഫേർട്ട് ഉണ്ട്. അത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ കുട്ടികൾ ചുമ്മാ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ആക്ച്വലി കുറച്ച് ബാഡുമാണ്, കുറച്ച് നല്ലതാണ്. കുട്ടികൾക്ക് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനമാണ് അവരെ വളർത്തുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ട്. ശരിയാണ്. കാരണം ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ റിയൽ വേൾഡ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഫീഡ്ബാക്ക് ഇങ്ങനെ ആയിരിക്കില്ല, നിർത്തിക്കൂടെ, സാധനം മാറുകയാണ്. അപ്പൊ അവരതിന് ചിലപ്പോൾ റെഡി. നമ്മൾ കാണേണ്ട നമ്മുടെ അടുത്ത തലമുറ അവര് കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് അല്ല. പക്ഷെ ഒരു 16 വയസ്സ് കഴിയുമ്പോൾ അവര് റിയാലിറ്റി ഹിറ്റ് ചെയ്ത് തുടങ്ങും. നെഗറ്റീവ് ഫീഡ്ബാക്സിനെ ഫേസ് ചെയ്യാൻ അവർ പഠിക്കുന്നില്ല. ചെറിയ കുഞ്ഞുനാളില് ഇവര് ചെയ്യുന്ന എന്ത് പരിപാടിയും കൈയടിച്ചു വിടും. വലുതായി കഴിയുമ്പോഴത്തേക്കും എന്ത് കാണിക്കുന്നൊരു ചോദ്യം വരും. അപ്പോഴാണ് അവര് തകർന്നു പോകുന്നത്. അല്ല നമ്മൾ ഈ പറയുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഇച്ചിരി ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലെ അല്ല. അവർക്ക് പല ലേയേഴ്സ് ഉണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞ പോലെ ജനറലി നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ബോഡീന്റെ ഇതാണ്. ആക്ച്വലി ബോഡി തുടങ്ങുന്നത് നമ്മുടെ മൈൻഡിൽ നിന്നാണ്. അപ്പൊ അതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങള്, നമ്മുടെ കൂട്ടുകെട്ടുകൾ എല്ലാം പല ലേയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം വിരാട് കോഹ്ലിനെ എടുക്കുകയാണെങ്കിലും ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു സ്പേസ് അത്രയും ക്ലോസ് ആയിരുന്നാലേ അവർക്ക് ആ ഒരു ഗ്രേറ്റ്നെസ് പുറത്തു വരത്തുള്ളൂ. ഇപ്പൊ നോർമലി ഈ അടുത്ത കാലത്താണെന്നല്ല, ഇതില് കുട്ടികളിൽ ഒരു സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്, ഏത് ഏജിലാണ് കിഡ്സിന്റെ ട്രെയിനിങ്, ഏത് ഏജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പൊതുവായിട്ടൊരു ധാരണയാണ് ആൾക്കാർക്ക്, ചെറിയ ഏജിൽ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പാടില്ല, അവരുടെ ഹൈറ്റിനെ ബാധിക്കും, അവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈറ്റിനെ ബാധിക്കും, അവരുടെ ഗ്രോത്ത് പ്രശ്നം വരും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി നമുക്കിവിടെ എൻ്റെ മോന് വന്നിട്ട് 6 വയസ്സാണ്. അവൻ്റെ 5ാമത്തെ വയസ്സിൽ അവൻ ട്രെയിൻ ചെയ്തു. അവൻ ആക്ച്വലി അവൻ്റെ ഹൈറ്റ് ഇപ്പം വന്നിട്ട് 132 സെന്റിമീറ്റർ ഉണ്ട് അവൻ്റെ ഹൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഏജിൽ വരേണ്ട ഹൈറ്റിനേക്കാളും കൂടുതലാണ് അവൻ്റെ ഹൈറ്റ്. അപ്പോൾ നമ്മൾ പിള്ളേരിലേക്ക് ട്രെയിനിങ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങോ കാര്യങ്ങളോ അല്ല ചെയ്യിക്കുന്നത്. അവിടെയും ഈ മൂവ്മെന്റ് തന്നെയാണ്, ഫങ്ഷണൽ മൂവ്മെന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അവരുടെ മൂവ്മെന്റിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. പ്രോഗ്രസീവായിട്ട് ഇപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 കിലോ ഇന്ന് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്ന് കരുതിക്കോ, നാളെയും ഡിഫിക്കൽട്ട് ആയിരിക്കും അത് ലിഫ്റ്റ് ചെയ്യാൻ. 5 ദിവസം ഡിഫിക്കൽട്ട് ആയിരിക്കും, 6ാമത്തെ ഒരു ദിവസം മുതൽ ഇത് ഈസി ആയി തുടങ്ങുമല്ലോ. അപ്പോൾ ഈ 5 കിലോ പിന്നെ നമ്മൾ വീണ്ടും 5 കിലോയിൽ സെയിം റെപ്പറ്റീഷൻ സെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മളെ സമയം, നമ്മുടെ ഇതെല്ലാം വേസ്റ്റ് ആണ്, എനർജി എല്ലാം വേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്ട്രെസ് ലോഡ് കൂട്ടിക്കൊടുക്കും. 5 എന്ന് പറയുന്ന 6 ആക്കും, ചിലപ്പോൾ അതിൻ്റെ റെപ്പറ്റീഷൻ കൂട്ടാം, ചിലപ്പോൾ സെറ്റ് കൂട്ടും, ആ സ്ട്രെസ് ലോഡ് ഒന്ന് കൂട്ടിക്കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ ഈ പറയുന്നതാണെങ്കിൽ കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും ട്രെയിനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈവൻ അവര് നടന്ന് അല്ലെങ്കിൽ അവർ പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്തെ അവർ ട്രെയിനിങ്ങിലാണ്. സിംപ്ലി ആലോചിച്ചാൽ മതി, ഒരു കിടക്കുന്ന കുട്ടി പതിയെ തിരിഞ്ഞ് പതിയെ പിടിച്ചെണീറ്റ്, ഇതെല്ലാം ഒരു ബാലൻസിന്റെ ഭാഗമാണ്. അവരെ നടന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഒരു 5 വയസ്സ് 6 വയസ്സിലൊക്കെ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒന്നും ഒരു പ്രശ്നം. അവർ കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറത്തേ ഉള്ളൂ, ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ ബീങ്സ് ആയി മാറത്തേ ഉള്ളൂ അവർ.
മാക്സിമം അവരുടെ മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്ത് അവരുടെ മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതുവഴി അവർ ക്വാളിറ്റിയുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറും. എല്ലാം ഒരു ഫങ്ഷണൽ ലെവൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകളും അങ്ങനെയാണ്. സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചേട്ടാ, ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ വരുന്ന സമയത്ത് അവർക്ക് ഇപ്പം എന്തൊക്കെയായിരിക്കും ചേട്ടൻ ഒരു ഫീച്ചർ വൈസ് അവരിൽ ശ്രദ്ധിക്കുന്ന എന്തൊക്കെയായിരിക്കും? ഇപ്പം ഒരു ഇതിലിപ്പം ക്രിക്കറ്റ് കളിക്കാനാണ് ആൾക്ക് ഇതെങ്കിൽ അത് ആ ഫീച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആ പ്രോസസ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഏതൊരു അത്ലീറ്റ് വന്നാലും ഏതൊരു ഗെയിമിൽ നിന്നുള്ള ഏതൊരു പ്ലെയർ വന്നാലും ഇവിടെ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മൂവ്മെന്റ് അനലൈസ് ചെയ്യും. ഫങ്ഷണൽ മൂവ്മെന്റ് സ്ക്രീനിങ് എന്ന് പറയും, FMS. അപ്പോൾ അവരുടെ അതിന് കുറച്ച് ഒരു 4-5 എക്സസൈസ് ഉണ്ട്. ആ FMS വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് അവരുടെ മൂവ്മെന്റ് ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്നത്, എന്തൊക്കെ ഇഷ്യൂസ് അവരുടെ ബോഡിയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അവരുടെ ഒരു പെർഫോമൻസ് ടെസ്റ്റിങ്ങും കൂടെ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പീഡ്, എജിലിറ്റി, സ്പീഡ്, എൻഡുറൻസ്, പവർ, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം തികഞ്ഞ ഒരാൾ കാണത്തില്ലല്ലോ. ഇതിൽ ചിലപ്പോൾ ലാക്ക് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സ്പീഡിലായിരിക്കും ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വർക്ക് ആ രീതിക്ക് ഡിസൈൻ ചെയ്യും. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ഒരു ട്രെയിനിങ് പ്ലാൻ കാണും. ആ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് മൂവ്മെന്റ് അനലൈസ് ചെയ്യും. ആ മൂവ്മെന്റ് നമുക്ക് കിട്ടും ഇവർക്ക് എവിടെയാണ്, എന്താണ് ഇഷ്യൂ. ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വരാറുണ്ട്. ഷോൾഡർ സ്റ്റെബിലിറ്റി ഇല്ല, ഷോൾഡറിന് പെയിൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. അതുപോലെ ബാക്ക് പെയിൻ ആയിട്ട് ഒരുപാട് പ്ലെയേഴ്സ് വരാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒട്ടുമിക്കവരും ക്ലിയർ ഔട്ട് ചെയ്ത് പോയതാണ് പതിവ്. ചേട്ടാ, ഇപ്പം ഇതിനെപ്പറ്റി ചേട്ടൻ ഉപയോഗിക്കുന്ന ഒരുപാട് സിസ്റ്റംസിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ടെക്നോളജീസ് എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണല്ലോ. നമ്മുടെ ഇപ്പം സ്റ്റുഡൻസിനെ അതിലേക്ക് എങ്ങനെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരുടെ മാക്സിമം ഔട്ട് എടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ സ്പീഡ് ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ AI ജനറേറ്റഡ് ആയിട്ട് മൂവ്മെന്റ് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്യാമറയുടെ മുന്നേ അവർ ആ സ്ക്രീനിൽ കാണുന്ന എക്സസൈസ് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. AI അത് നോക്കിയിട്ട് എവിടെയാണ് മൂവ്മെന്റ് ഇത് ചെയ്യുന്നത്, എന്നിട്ട് AI വെച്ച് തന്നെ വർക്കൗട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ സാധനമുണ്ട്. വാൽഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ സ്പീഡ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്ന വാൽഡിന്റെ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വാൽഡിന്റെ തന്നെ മൂവ്മെന്റ് അനലൈസിങ് സിസ്റ്റം ഉണ്ട്. ജസ്റ്റ് ഒരു ക്യാമറ, അതിനെന്താ പറയുന്നത്, ഹ്യൂമൻ ട്രാക്കോ അങ്ങനെ എന്തോണ് അതിന് പറയുന്നത്. ജസ്റ്റ് ഒരു ക്യാമറ, ചെറിയൊരു സാധനം, നമ്മൾ ആ ഗോപ്രോയുടെ അത്ര ആയിരിക്കും. ആക്ച്വലി ഇത് ചെരുപ്പ് കടകളിൽ വരെ ഇപ്പൊ ചില ഉണ്ട്. ഷൂസ് ബെസ്റ്റ് ഉപയോഗിക്കാം എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ കൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പക്ഷേ ഒളിമ്പിക്സ് എന്ന് പറയുന്നതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഹ്യൂമൻ കേപ്പബിലിറ്റി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ എങ്ങനെ പുഷ് ചെയ്യാം? അപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്തായാലും കിട്ടും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ChatGPT AI സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US ഇങ്ങനൊരു ഫണ്ടിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമിക് സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അത്ലറ്റ് പോകുന്ന വഴി വേറെ ആയിരിക്കും. ഇപ്പം ഇന്ത്യയിൽ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിരിക്കും. അതിന്റെ തോൽവിയുടെ പിന്നിലുള്ള റീസൺ ചിലപ്പോൾ അതായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കതിൽ എങ്ങനെ നമ്മളെ കുട്ടികളെ നമ്മുടെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് എൻ്റെ ഒരു കമന്റ് എന്ന് പറയുന്നത്, രണ്ടും ഒരുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ബെറ്റർ ആയിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ AI മാത്രം എന്നൊരു സാധനത്തിലുപരി എന്തിലുപരി ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം വളരെ അനിവാര്യമാണല്ലോ. സോ അപ്പോൾ രണ്ടും നമ്മളതിന് യൂസ് ചെയ്യുന്നത് തെറ്റെന്നല്ല, അതും യൂസ് ചെയ്ത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കാം, നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആവാം, കാര്യങ്ങൾ ഇൻഡെപ്തിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ തന്നെ നമുക്കിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോമെക്കാനിക്സ്, ഈ ബയോമെക്കാനിക്കൽ ഇഷ്യൂസ് കണ്ടുപിടിക്കാനുള്ള AI ടൂൾസ് ഒരുപാടുണ്ട്. ഞാൻ ഉൾപ്പെടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ തന്നെ
ഒരു ഇപ്പം നമുക്കൊരു വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഇഷ്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് നോക്കുന്നതിലുപരി ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അലൈൻമെന്റ്സ് എല്ലാം നമുക്ക് കിട്ടും. എന്തൊക്കെ അലൈൻമെന്റ്സ് ഇഷ്യൂ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ഇൻഷുറൻസ് കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ഹെൽത്തിന് എന്തെങ്കിലും. അതെ അതെ അതെ. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂവ്മെന്റ് അനലൈസ് ചെയ്യുന്ന തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത് വന്നിട്ട് നമുക്ക് സ്ക്വാട്ടിന്റെ തന്നെ നമ്മൾ ഡെപ്തിലേക്ക് പോകും തോറും എവിടെയാണ് നമ്മുടെ അലൈൻമെന്റ് ഇഷ്യൂ വരുന്നത്, നമ്മൾ എന്താണ് ലാക്ക് ചെയ്യുന്നത് എന്ന് അത് തന്നെ നമുക്ക് നോട്ട് ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അതിനെയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ പ്രിസൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചേട്ടാ ഒരു അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് ചേട്ടൻ എന്തൊക്കെയായിരിക്കും വെലോസിറ്റി വോൾട്ടിലും പേഴ്സണൽ ലൈഫിലും എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെയാണ് ചേട്ടൻ ഒരു ലോങ് ടേമിൽ കാണുന്നത്? ഒരു വെലോസിറ്റി വോൾട്ടിൽ ഒരു ലോങ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ ഇപ്പോൾ ഉള്ള ഫെസിലിറ്റി അത്യാവശ്യം നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇനി ഇതൊരു വലിയൊരു ട്രെയിനിങ് സെന്റർ ആക്കി എടുക്കുക, ഒരു ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു സെന്റർ ആക്കി എടുക്കുക എന്നുള്ള മാക്സിമം ആൾക്കാർക്ക് ബെനിഫിഷ്യറി ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കാൻ പറ്റുക. മോസ്റ്റ്ലി സ്പോർട്സ് സയൻസിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുമോ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരു ട്രെയിനിങ് സെന്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ഈ വീഡിയോയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മളെല്ലാവരും ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു ചേട്ടാ.